നമസ്കാരം. ശനിയുമായി ബന്ധപ്പെട്ട ഓരോ മാറ്റങ്ങളും പല വിധത്തിലും നേട്ടങ്ങളും കോട്ടങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരാം. ശനി രാശി മാറിയിരിക്കുകയാണ്. മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് മാറിയത്. ശേഷം ഗുണാനുഭവങ്ങളും ദോഷകരമായ ഫലങ്ങളും ഉണ്ടാകുന്ന തരത്തിൽ പലവിധ മാറ്റങ്ങളും ഉണ്ടായിരുന്നു. 2.5 വർഷമാണ് ശനി ഒരു രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ശനി ഇനി അതിന്റെ പൂർവ്വ രാശിയിലേക്ക് മടങ്ങിയെത്തുന്നതിന് 27 വർഷത്തോളം സമയം എടുക്കുന്നതുമാണ്. ഏപ്രിൽ മാസത്തിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയുണ്ടായി. എന്നാൽ ജൂൺ മാസത്തിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ 2ാം പാദത്തിലേക്ക് എത്തുന്നതുമാണ്. ഇത് ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ശനിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് കടന്നു വരിക. ഏതെല്ലാം രാശിക്കാർക്ക് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ശനി കർമ്മഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് പല വിധത്തിലും അനുകൂലമായ നേട്ടങ്ങൾ, പ്രധാനമായും ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം, പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ ഉയർച്ച കടന്നു വരുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാനമായും അടിമുടി മാറ്റങ്ങൾ തേടിയെത്താം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സംഭവിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകാവുന്നതുമാണ്. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രശ്നങ്ങൾ അകലും, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം തന്നെയാകുന്നു. കർമ്മ തടസ്സങ്ങൾ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ശനീശ്വരനെ ഭജിക്കുന്നതും സാക്ഷാൽ പരമശിവനെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രധാനമായും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ 7ാം ഭാവത്തിലാണ് ഇത് സംഭവിക്കുക. തന്മൂലം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ അനുകൂലമാവുക എന്നുള്ളതാണ്. പല വിധത്തിലും നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രണയിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം.
കൂടാതെ ഏതൊരു കാര്യവും കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ, അതായത് ശരിയായ രീതിയിൽ തന്നെ ആ കാര്യത്തെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ധനം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തന്നെയാകുന്നു. എന്നാൽ എവിടെ നിന്നും നിങ്ങൾക്ക് ധനം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം ഉണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ വായ്പ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ പോലും അനുകൂലമായി തീരാം. യാത്രകൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ക്ഷമയോട് തന്നെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പല മേഖലകളിലൂടെയും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ യോഗം കാണുന്നുമുണ്ട്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയവും അത് പല നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് സഹായകരമായി തീരുന്ന സമയമാകുന്നു. ഈ സമയം ശനീശ്വരനെ ഭജിക്കുന്നതും സാക്ഷാൽ പരമശിവനെ ഭജിച്ച് മുന്നോട്ടു പോകുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 2ാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥാനം നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലും നേട്ടങ്ങൾക്കോ സന്തോഷകരമായ നിമിഷങ്ങൾക്കോ കാരണമായി തീരാം. ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. ആരോഗ്യ കാര്യത്തിലും പുരോഗതി അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ടും മികച്ചതായ മാറ്റങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ജോലി മാറുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരുക. ആരോഗ്യ കാര്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. കാര്യ തടസ്സങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രധാനമായും ശനീശ്വരനെയും മഹാദേവനെയും ഈ സമയം ആരാധിക്കുന്നത് സർവ ഈശ്വരപ്രദം തന്നെയാകുന്നു.